നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസിന്റെ അന്വേഷണം അതിപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുൻ ഉന്നത ഉദ്യോഗസ്ഥനും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഔദ്യോഗിക സൂചനകൾ. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം വാസുവിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതിന്റെ അനിവാര്യത സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞു. സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ട ശേഷം അത് ദേവസ്വം മഹസറിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തുന്നതിൽ വാസുവിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ സാഹചര്യത്തിലാണ് SIT ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങളും തെളിവുകളും വെളിവാക്കപ്പെടേണ്ടതുണ്ട് എന്ന നിഗമനത്തിൽ നിയമ നടപടികളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അന്വേഷണ സംഘം സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ എൻ വാസുവിനെതിരെ ശക്തമായ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ദേവസ്വം റെക്കോർഡുകളിൽ കൃത്രിമം കാണിച്ചതിലും സ്വർണം ചെമ്പാക്കി മാറ്റി എഴുതിയതിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്കുള്ള വ്യക്തമായ തെളിവുകൾ ശേഖരിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കൃത്യവിലോപത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് വാസു തന്നെയാണെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേസിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് വാസുവിനെ തുറന്ന ചോദ്യം ചെയ്യലിന് വിധേയനാക്കുക എന്നത് അന്വേഷണ പുരോഗതിക്ക് അത്യാവശ്യമാണ്. സ്വർണ്ണക്കവർച്ച സംബന്ധിച്ച മുഴുവൻ വസ്തുതകളും പുറത്തു കൊണ്ടുവരുന്നതിന് കസ്റ്റഡിയിലുള്ള വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെ വേണ്ടിവരുമെന്ന ഉറച്ച നിലപാടിലാണ് അന്വേഷണ സംഘം. ഇതിനായുള്ള തുടർ നടപടികളിലേക്കാണ് ഇപ്പോൾ SIT കടക്കുന്നത്. ഈ കേസിൽ വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിൻ്റെ നിർണായകമായിട്ടുള്ള മൊഴിയാണ്. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ എൻ വാസുവിൻ്റെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ദേവസ്വം മഹസറിൽ സ്വർണ്ണപ്പാളികൾക്ക് പകരം ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തിയതെന്ന് അന്വേഷണ സംഘത്തോടെ കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എൻ വാസുവിനെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തത്. എന്നാൽ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ 3-ാം പ്രതിയായിട്ടാണ് വാസുവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സുധീഷ് കുമാറിൻ്റെ ഈ മൊഴിയും മറ്റ് ശാസ്ത്രീയ തെളിവുകളും ചേരുമ്പോൾ അറസ്റ്റ് അടക്കമുള്ള കർശന നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘത്തിന് നിയമപരമായിട്ടുള്ള പിൻബലം ലഭിക്കുന്നുണ്ട്. നിലവിൽ ഈ കേസിൽ അറസ്റ്റിലായവരിൽ രാഷ്ട്രീയപരമായിട്ടും അതോടൊപ്പം തന്നെ ഔദ്യോഗികപരമായും ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി എൻ വാസുവാണെന്ന കാര്യത്തിൽ തർക്കമില്ല. 2 തവണ ശബരിമല ദേവസ്വം കമ്മീഷണറായും അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കവർച്ച നടന്ന ശേഷമാണ് അദ്ദേഹം വീണ്ടും അധികാരത്തിലെത്തുകയും 7 മാസങ്ങൾക്കുള്ളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുകയും ചെയ്തത്. ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ളതും ശക്തമായിട്ടുള്ള സ്വാധീനശേഷിയുള്ളതുമായിട്ടുള്ള ഒരു വ്യക്തി കേസിൽ ഉൾപ്പെട്ടത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കൂടുതൽ സംശയം ജനിപ്പിക്കുന്നുണ്ട്. ഈ ഉന്നത ബന്ധങ്ങൾ അന്വേഷണത്തെ സ്വാധീനിക്കാതിരിക്കാൻ അറസ്റ്റ് പോലുള്ള ശക്തമായ നടപടി അനിവാര്യമാണെന്ന് SIT വിലയിരുത്തുന്നതായിട്ടാണ് റിപ്പോർട്ട്. സംശയകരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില നീക്കങ്ങൾ ദുരൂഹതയ്ക്ക് ആക്കം കൂട്ടുകയാണ്. സ്വർണ്ണക്കവർച്ച നടന്ന ശേഷം അദ്ദേഹം ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് പോയെങ്കിലും പിന്നീട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ചുമതലയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതിനുശേഷം അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറും നിലവിൽ കേസിലെ 2-ാം പ്രതിയുമായിട്ടുള്ള സുധീഷ് കുമാറിനെ എൻ വാസു തൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് നിയമിച്ചുവെന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോൾ ഇത്തരം ഉദ്യോഗസ്ഥപരമായിട്ടുള്ള ഇടപെടലുകൾ കേസിലെ ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. സ്വർണ്ണക്കവർച്ച നടന്ന സമയത്ത് കൈകാര്യം ചെയ്ത ഫയലുകൾ പിന്നീട് എൻ വാസുവിനും സുധീഷ് കുമാറിനും കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെന്ന വസ്തുതയും ഗൗരവത്തോടെ കാണേണ്ടതായിട്ടുണ്ട്. ഈ നീക്കങ്ങൾ തട്ടിപ്പ് മറച്ചുവെക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അറസ്റ്റിനായുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് കേസിൻ്റെ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്ന ഈ ഒരുക്കത്തിൽ SIT ഈ റിപ്പോർട്ടിൽ എൻ വാസുവിനെതിരായ തെളിവുകളും അറസ്റ്റ് ആവശ്യപ്പെടുന്നതിൻ്റെ കാരണങ്ങളും നൽകാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള എൻ വാസുവിനെ സ്വർണ്ണക്കവർച്ച കേസിൽ ചോദ്യം ചെയ്യുന്നതിലൂടെ അന്വേഷണ സംഘം ഉന്നത തലങ്ങളിലേക്കുള്ള തങ്ങളുടെ ആദ്യ കാൽവയ്പ്പാണ് നടത്തുന്നത്. കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.